ഹായ് ഓൾ, നല്ല അടിപൊളി വീടായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർ പഞ്ചായത്തിൽ ഇടയ്ക്കൊരു തെക്കേ മദ്രസയുടെ ഭാഗത്തു നിന്ന്, അതല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ട് നാഷണൽ ഹൈവേയുടെ കിഴക്ക് വശത്തായിട്ട് ചങ്ങാടൻ റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ചാവക്കാട് ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 10 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ മുകളിലും താഴെയുമായി 6 ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ്. നിയർലി 11 വർഷമാണ് ഈ വീടിൻ്റെ പഴക്കം. ഈ കാണുന്ന കിണറ്റിൽ നിന്നാണ് വീട്ടാവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. തൊട്ടടുത്തായിട്ട് മുസ്ലിം പള്ളികൾ, അമ്പലങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യവും ലഭ്യമാണ്. വീടിൻ്റെ പുറകുവശത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകുമ്പോൾ സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, അതിനോട് ചേർന്നൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് യൂണിറ്റും വശങ്ങളിലായിട്ട് 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് വരുന്നത്. പിന്നെ ലിവിങ് ഏരിയയോട് ചേർന്ന് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഗ്യാസ് അടുപ്പിലും വിറകടുപ്പിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള അടുക്കളകളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയയും അതിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട്. ഇനി മുകളിലത്തെ കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഉൾപ്പെടെ 3 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിലായിട്ട് വരുന്നത്. കൂടാതെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോളും കൂടി ഈ ഒരു വീട്ടിലുണ്ട്. ഇപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി ഈ പ്രോപ്പർട്ടിയുടെ വിലയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇത് വീടുൾപ്പെടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 63 ലക്ഷം രൂപ എന്ന നെഗോഷ്യബിൾ പ്രൈസാണ്. 10 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. അതും നിയർലി ഒരു 11 വർഷത്തോളമാണ് വീടിൻ്റെ പഴക്കം വരുന്നത്. ഹൈവേയുടെ വളരെയധികം അടുത്തായിട്ട്, ഹൈവേക്കൊക്കെ നടക്കാവുന്ന ദൂരത്തിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീട്ടിൽ ചാനൽ നമ്പർ കൊടുക്കുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിലും അതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.